കേരളത്തിന്റെ സമഗ്ര നഗരനയം രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന കേരള അർബൻ കോൺക്ലേവിന് കൊച്ചിയിൽ തുടക്കം. ഇന്ത്യയിൽ തന്നെ ഇതാദ്യമായാണ് ഒരു സംസ്ഥാനം നഗരവൽക്കരണത്തിനായി സമഗ്ര നയം രൂപീകരിക്കുന്നത്. നഗരവൽക്കരണത്തിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കും തെക്കനേഷ്യയ്ക്കും ഈ നഗരനയം പുതിയൊരു ചട്ടക്കൂടും മാതൃകയും സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ നഗരവൽക്കരണം സംഭവിക്കുന്നത് വ്യവസായവൽക്കരണത്തോടനുബന്ധിച്ച് മാത്രമല്ല എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സംസ്ഥാനത്ത് അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടായെന്ന് കേരള അർബൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ലോകം ഉറ്റുനോക്കുന്ന പല പദ്ധതികളും സർക്കാർ കേരളത്തിൽ യാഥാർത്ഥ്യമാക്കി. നഗരവൽക്കരണത്തിന്റെ ഭാഗമായി ഉയർന്നുവരുന്ന വെല്ലുവിളികളെ ഏറ്റെടുത്ത് സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. കേരള അർബൻ കോൺക്ലേവ് അത്തരത്തിലുള്ള ചർച്ചകൾക്ക് വേദിയാകണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നഗര വളർച്ചാ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ വളരെ മുകളിലാണ്. ഇതെല്ലാം അർത്ഥമാക്കുന്നത് നഗരവൽക്കരണത്തെ ഏറ്റവും ഗൗരവത്തോടെ സമീപിക്കേണ്ട നാടായി കേരളം മാറുന്നുവെന്നാണ്. നഗരവൽക്കരണം ഏറ്റവും ദ്രുതഗതിയിൽ നടക്കുന്ന കാലഘട്ടത്തിലാണ് നാം ഉള്ളതെന്ന് ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത കേന്ദ്ര നഗരകാര്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ പറഞ്ഞു. രാജ്യത്തെ മികച്ച നഗരങ്ങൾ വാർത്തെടുക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആൾസോ കൺട്രിബ്യൂട്ട് to the full extent to develop the best cities of the country. കേരള അർബൻ കോൺക്ലേവിന്റെ ലോഗോ ചടങ്ങിൽ മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. മന്ത്രി എം.ബി. രാജേഷ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. മന്ത്രിമാരായ കെ.എൻ. ബാലഗോപാൽ, പി. രാജീവ്, ചീഫ് സെക്രട്ടറി ഡോക്ടർ എ. ജയതിലക് IAS തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അതിവേഗ നഗരവൽക്കരണം ഉണ്ടാക്കുന്ന വെല്ലുവിളികളെ എങ്ങനെ നേരിടാം, അതിന്റെ സാധ്യതകൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതാണ് 2 ദിവസം നീളുന്ന കോൺക്ലേവിന്റെ പ്രധാന ലക്ഷ്യം. കാലാവസ്ഥാ പ്രതിസന്ധി, ജനസംഖ്യാ സമ്മർദ്ദങ്ങൾ, തൊഴിൽ, വിദ്യാഭ്യാസ മേഖലകളിലെ വെല്ലുവിളികൾ, പാർപ്പിട പ്രശ്നം എന്നിവയും ചർച്ചയാകും. കേന്ദ്രമന്ത്രിമാർ, ശ്രീലങ്ക, ദക്ഷിണാഫ്രിക്ക, മലേഷ്യ എന്നീ രാജ്യങ്ങളിലുള്ള മന്ത്രിമാർ, മേയർമാർ തുടങ്ങിയവർ വിവിധ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. 10 നയരൂപീകരണ സെഷൻ, 5 പ്ലീനറി സെഷൻ, 2 ഫോക്കസ് സെഷൻ, 5 ഫയർ സൈഡ് ചാറ്റ്, 11 റൗണ്ട് ടേബിൾ സെഷൻ എന്നിവയും കോൺക്ലേവിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. 2 ദിവസങ്ങളിൽ 36 സെഷനുകളിലായി 295 പ്രഭാഷകർ പങ്കെടുക്കും. അന്തർദേശീയ പ്രതിനിധികൾ, ദേശീയ നയരൂപകർ, അക്കാദമിക് വിദഗ്ധർ, വ്യവസായ നേതാക്കൾ, NGO-കൾ, യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ എന്നിവരടക്കം 1000-ലധികം പ്രതിനിധികൾ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട്. വിവിധ വിഷയങ്ങളിലാണ് ഈ ഒരു 2 ദിവസമായി നീണ്ടു നിൽക്കുന്ന ഈ ഒരു കോൺക്ലേവിൽ ചർച്ചകൾ നടക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി ഔദ്യോഗികമായി നിർവഹിച്ചു. കേന്ദ്രമന്ത്രിമാരും അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെയും വിവിധ രാജ്യങ്ങളിലെയും പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊച്ചിയിൽ നിന്നും സുനിൽ സുകുമാരൻ.